നമസ്കാരം. സമഗ്ര വാർത്തകളുമായി ഉച്ചവാർത്ത തുടങ്ങുന്നു. ആദ്യം നോക്കാം പ്രധാന തലക്കെട്ടുകൾ. ചിക്കമംഗളൂരുവിൽ മരണപ്പെട്ട പാലക്കാട് സ്വദേശി ശ്രീനന്ദയ്ക്ക് കണ്ണീരോടെ വിട നൽകി പ്രിയനാടും ബന്ധുക്കളും. കടമ്പഴിപ്പുറത്തെ വീട്ടിൽ പൊതുദർശനം നടത്തി. സംസ്കാരം ഐവർമഠം ശ്മശാനത്തിൽ. മരണകാരണം തലയുടെ വലത് ഭാഗത്തേറ്റ ഗുരുതര പരിക്കെന്ന പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ഭൂരിപക്ഷം കുറഞ്ഞാലും ഭരണ തുടർച്ച ഉറപ്പിച്ച ഇടതുമുന്നണി. കൊടുവള്ളി, വടകര, നാദാപുരം, കോഴിക്കോട് സൗത്ത് എന്നീ മണ്ഡലങ്ങൾ നഷ്ടമാകുമെന്ന് CPM ജില്ലാ സെക്രട്ടേറിയറ്റ്. കണ്ണൂരിൽ 2 സീറ്റ് നഷ്ടപ്പെടുമെന്ന് വിലയിരുത്തൽ. സാഹചര്യങ്ങൾ വിലയിരുത്താൻ CPM CPI നേതൃയോഗങ്ങൾ. മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കാൻ ഹൈക്കമാൻഡിന് മാനദണ്ഡം ആവശ്യമുണ്ടെന്നും അനാവശ്യ ചർച്ച വേണ്ടെന്നും K മുരളീധരൻ. FCRA ഭേദഗതിക്കും BJPക്കുമെതിരെ വിമർശനവുമായി ദീപികയിൽ മുഖപ്രസംഗം. തീവ്രവാദത്തിനെതിരായ നീക്കങ്ങൾക്ക് നൽകുന്ന പിന്തുണ എന്ത് അക്രമത്തിനുമുള്ള ബ്ലാങ്ക് ചെക്കല്ല. ഭീഷണിയുമായി വരുന്ന കേരളത്തിലെ പ്രാദേശിക രാഷ്ട്രീയ കവലച്ചട്ടമ്പികളും അത് മറക്കരുതെന്ന വിമർശനം. സഭാവിശ്വാസം നേർവഴിയിൽ ഉപയോഗിക്കാനുള്ള അവകാശം സഭാ അധ്യക്ഷന്മാർക്കുണ്ടെന്ന് ചെന്നിത്തല. 2.25% വരുന്ന ക്രൈസ്തവർ ഇന്ത്യയിൽ ജീവിക്കുന്നത് BJPയുടെ കരുണയിലാണെന്ന് പറഞ്ഞാൽ ആ വാദം കയ്യിലിരിക്കട്ടെ എന്ന് ഹൈബി ഈഡൻ. സംഘർഷമൊഴിയാതെ കണ്ണൂർ. പയ്യന്നൂരിലെ കുഞ്ഞികൃഷ്ണൻ അനുകൂലി MK നാരായണന്റെ കാറിന് തീവയ്ക്കാൻ ശ്രമം. മയിലിൽ മുസ്ലിം ലീഗ് ഓഫീസ് തകർത്തു. അക്രമത്തിന് പിന്നിൽ CPM എന്ന UDF. അനുമതിയില്ലാതെ ഓപ്പൺ വോട്ട് ചെയ്തെന്ന പരാതിയിൽ CPM പഞ്ചായത്ത് അംഗത്തിനെതിരെ കേസ്. പയ്യന്നൂരിലെ അക്രമ സംഭവങ്ങളിൽ സമാധാന യോഗം വിളിച്ച് ADM. ചന്ദ്രനെ ചുറ്റിയ ചരിത്ര സംഘം ഭൂമിയിൽ. 10 ദിവസത്തെ ദൗത്യത്തിന് ശേഷം ആർടെമിസ് 2 പുലർച്ചെ 5:37 ശാന്തസമുദ്രത്തിൽ സ്പ്ലാഷ് ഡൗൺ ചെയ്തു. പേടകത്തിൽ നിന്ന് യാത്രികരെ എയർലിഫ്റ്റ് ചെയ്തു. 4 പേരും സുരക്ഷിതർ. ഇറാൻ US സമാധാന ചർച്ചകൾക്കായി വൈസ് പ്രസിഡന്റ് JD വാൻസ് ഉൾപ്പെട്ട സംഘം പാകിസ്ഥാനിൽ. ചർച്ചകൾ ട്രംപിന്റെ കൃത്യമായ നിർദ്ദേശങ്ങളുടെ ചുവടുപിടിച്ചെന്ന് വാൻസ്. വെടിനിർത്തലിനായി ഇസ്രയേൽ ലെബനോൺ ചർച്ച ചൊവ്വാഴ്ച വാഷിംഗ്ടണിൽ. ഹിസ്ബുള്ള ഭീകരരുമായുള്ള വെടിനിർത്തൽ ചർച്ചയുടെ അജണ്ടയിലില്ലെന്ന് ഇസ്രയേൽ. ചിക്കമംഗളൂരുവിൽ മരണപ്പെട്ട പാലക്കാട് സ്വദേശി ശ്രീനന്ദയ്ക്ക് ജന്മനാട് വിട നൽകി. കടമ്പഴിപ്പുറത്തെ വീട്ടിൽ പൊതുദർശനത്തിൽ നാട്ടുകാരും സഹപാഠികളും ഉൾപ്പെടെ നിരവധി പേരാണ് ശ്രീനന്ദയ്ക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചത്. സംസ്കാരം അല്പസമയത്തിനകം ഐവർമഠം ശ്മശാനത്തിൽ നടക്കും. ശ്രീനന്ദയുടെ തലയുടെ വലതുഭാഗത്തേറ്റ ഗുരുതര പരിക്കാണ് മരണകാരണമെന്നാണ് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. സ്വാഭാവികതയില്ലെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ആതിര രാധാകൃഷ്ണനുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ആതിര, വളരെ സങ്കടകരമായ കാഴ്ചയായിരുന്നു പൊതുദർശനത്തിൽ ഉൾപ്പെടെ ഉടനീളം ദൃശ്യമായത്. സഹപാഠികളും നാട്ടുകാരും ഉൾപ്പെടെ ശ്രീനന്ദയെ ഒരു നോക്ക് കാണാനായി എത്തിയിരുന്നു. സംസ്കാരം അല്പസമയത്തിനകം എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തൊക്കെയാണ് വിവരങ്ങൾ? മായ, തീർച്ചയായും ഈ പാലക്കാട് കടമ്പഴിപ്പുറത്തെ ശ്രീനന്ദയുടെ വീട് അക്ഷരാർത്ഥത്തിൽ ഒരു കണ്ണീർ കടലായി മാറുന്ന കാഴ്ചയായിരുന്നു ഈ പകൽ മുഴുവൻ സാക്ഷ്യം വഹിച്ചത്. ഏകദേശം 11 മണിയോടുകൂടി ശ്രീനന്ദയുടെ മൃതദേഹം ഈ വീട്ടിലെത്തിച്ചു. അതിനുശേഷം 1 മണി വരെ പൊതുദർശനം ഉണ്ടാകുമെന്നാണ് അറിയിച്ചിരുന്നത്. ഏകദേശം 12:45 തന്നെ ശ്രീനന്ദയുടെ മൃതദേഹം ഇത്തരത്തിൽ സംസ്കാരത്തിനായിട്ട് ഐവർമഠത്തിലേക്ക് കൊണ്ടുപോയി. നിലവിൽ ഏതായാലും ഈ വീട് ആളൊഴിഞ്ഞൊരു വീടായി മാറിയിരിക്കുകയാണ്. ശ്രീനന്ദയുടെ ഈ 8-ാം തീയതിയാണ് ശ്രീനന്ദ ഇത്തരത്തിൽ 40 പേരടങ്ങുന്ന സംഘം ബന്ധുക്കളും വീട്ടുകാരുമൊക്കെയായി ഇത്തരത്തിലൊരു വിനോദയാത്രയ്ക്കായി പോകുന്നത്. അതിനുശേഷം ചൊവ്വാഴ്ചയോടെ ശ്രീനന്ദയെ കാണാതായതിനു ശേഷം വീട്ടുകാരും അതുപോലെ പോലീസും ഉൾപ്പെടെ വലിയ തിരച്ചിലൊക്കെ നടത്തിയെങ്കിലും 3 ദിവസത്തോളം ശ്രീനന്ദയെക്കുറിച്ച് യാതൊരു തരത്തിലുള്ള വിവരവും ലഭിക്കുന്നില്ല. അതിനുശേഷം 4-ാം ദിവസം ഇത്തരത്തിൽ തിരച്ചിൽ തുടരുന്നതിനിടെയാണ് ശ്രീനന്ദയുടെ മൃതദേഹം ഏകദേശം 1500 താഴ്ചയിൽ നിന്നും കണ്ടെത്തുന്നത്. അതോടെ ഈ വലിയ രീതിയിലുള്ള പ്രതീക്ഷ നാട്ടുകാർക്കായാലും വീട്ടുകാർക്കായാലും ഒക്കെ ഉണ്ടായിരുന്നു ശ്രീനന്ദ ഇത്തരത്തിൽ തിരിച്ചു വരുമെന്ന്. പക്ഷേ ആ പ്രതീക്ഷ ഇന്നലത്തോടുകൂടി വിഫലമായി എന്ന് വേണം പറയാൻ. SSLC പരീക്ഷ എഴുതി ഫലത്തിനായി കാത്തിരിക്കുന്നതിനിടെയാണ് ഇത്തരത്തിലൊരു ദുരന്തം തേടിയെത്തുന്നത് എന്നുള്ളതാണ്. അല്പസമയം മുൻപാണ് ശ്രീനന്ദയുടെ മൃതദേഹം ഐവർമഠത്തിലേക്ക് കൊണ്ടുപോയത്. ഏകദേശം 2:30 തന്നെ അവിടെ 2 മണിയോടുകൂടി അവിടെ എത്തും. 2:30 ഈ സംസ്കാര ചടങ്ങുകൾ അവിടെ നിന്നും പൂർത്തിയാക്കാൻ സാധിക്കുമെന്നുള്ളതാണ് നിലവിൽ അറിയാൻ സാധിക്കുന്ന ഒരു വിവരം. ഈ പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നത് പ്രകാരം തലയ്ക്ക് ഏറ്റ അടിയാണ്, ഗുരുതരമായി പരിക്കേറ്റിരുന്നു തലയുടെ വലതു ഭാഗത്തായിട്ട്. അതാണ് മരണകാരണം എന്നുള്ളതാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ ദുരൂഹതയൊക്കെ
ബന്ധുക്കളും വീട്ടുകാരും ഒക്കെ സംശയിച്ചിരുന്നെങ്കിലും ഈ പ്രാഥമികമായ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നതോടെ മരണകാരണം വ്യക്തമാകുകയായിരുന്നു. ഇത്തരത്തിൽ ശരീരത്തിലേറ്റ മുറിവും ഉൾപ്പെടെ ഉണ്ട്. നിലവിലേതായാലും പോലീസിന്റെ അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെ തുടരും. ശ്രീനന്ദയ്ക്ക് കണ്ണീരിൽ കുതിർന്ന യാത്രാമൊഴി നൽകിയിരിക്കുകയാണ് പ്രിയപ്പെട്ടവർ. 2:30 സംസ്കാരവും നടക്കും. ആതിരയാണ് വിവരങ്ങൾ നൽകിയത്. സംസ്ഥാനത്ത് ഭരണ തുടർച്ച ഉറപ്പിച്ച് ഇടതുമുന്നണി കാത്തിരിക്കുമ്പോൾ CPM CPI നേതൃയോഗങ്ങൾക്ക് തുടക്കം. CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് ചേരുകയാണ്. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് നാളെ ചേരും. ഭൂരിപക്ഷം കുറഞ്ഞാലും ഭരണത്തിൽ വരുമെന്ന കണക്കുകൂട്ടലിൽ ഉറച്ചു നിൽക്കുകയാണ് നേതാക്കൾ. സിറ്റിംഗ് മണ്ഡലങ്ങൾ കൈവിടില്ല എന്ന ആത്മവിശ്വാസത്തിൽ തന്നെയാണ് ഇടതുമുന്നണി. 10 വർഷത്തെ വികസന നേട്ടങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞുവെന്നും മറിച്ചുള്ള പ്രചരണങ്ങൾ തികച്ചും രാഷ്ട്രീയ ആരോപണങ്ങൾ മാത്രമാണെന്നും നേതൃത്വം വിലയിരുത്തുന്നു. മേഖല തിരിച്ചുള്ള പോളിംഗ് ശതമാനത്തിന്റെ അടിസ്ഥാനത്തിൽ നഷ്ടപ്പെടാൻ സാധ്യതയുള്ള മണ്ഡലങ്ങളുടെയും തിരിച്ചുപിടിക്കാൻ കഴിയുന്ന മണ്ഡലങ്ങളുടെയും കണക്കെടുക്കും. സർക്കാരിനെതിരായ പ്രചരണങ്ങൾ പ്രതിരോധിക്കാൻ കഴിഞ്ഞു എന്ന് തന്നെയാണ് നേതൃത്വം വിലയിരുത്തുന്നത്. കോഴിക്കോട് ജില്ലയിൽ ഇടതുമുന്നണിക്ക് കനത്ത തിരിച്ചടിയുണ്ടാകുമെന്ന് CPM ജില്ലാ സെക്രട്ടേറിയറ്റിന്റെ പ്രാഥമിക വിലയിരുത്തൽ. ജില്ലയിലാകെ 13 മണ്ഡലങ്ങളിൽ സിറ്റിംഗ് സീറ്റുകൾ ഉൾപ്പെടെ 4 എണ്ണം നഷ്ടപ്പെട്ടേക്കുമെന്നാണ് പാർട്ടി ഇപ്പോൾ കണക്കുകൂട്ടുന്നത്. ഇതിൽ നാദാപുരത്ത് CPI സ്ഥാനാർത്ഥി P വസന്തത്തെ KM അഭിജിത്ത് പരാജയപ്പെടുത്തുമെന്നും വിലയിരുത്തുന്നുണ്ട്. രാകേഷ് ഉണ്ട് കൂടുതൽ വിവരങ്ങളുമായി. രാകേഷ്, കഴിഞ്ഞ തവണ 2 സീറ്റായിരുന്നു നഷ്ടപ്പെട്ടിരുന്നത്. ഇത്തവണ അത് 4 സീറ്റായി ഉയരുമെന്നാണ് ഇപ്പോൾ ഒരു കണക്കുകൂട്ടൽ. ഒപ്പം ഈ കടുത്ത വെല്ലുവിളി നിലനിൽക്കുന്ന മണ്ഡലങ്ങൾ ഏതൊക്കെയാണെന്നാണ് പറയുന്നത്? മായ പറഞ്ഞതുപോലെ തന്നെ വടക്കൻ കേരളത്തിൽ LDFന് ഭരണ തുടർച്ച ഉണ്ടാവുകയാണെങ്കിൽ വലിയ തരത്തിൽ സീറ്റുകൾ കിട്ടേണ്ടതുണ്ട്. അതിൽ നിർണായക പങ്ക് വഹിക്കുന്ന ജില്ലയാണ് കോഴിക്കോട്. 13 സീറ്റിൽ 11 സീറ്റാണ് കഴിഞ്ഞ തവണ നേടിയിരുന്നത്. വടകര ഒപ്പം തന്നെ കൊടുവള്ളി സീറ്റുകളാണ് നഷ്ടപ്പെട്ടിരുന്നത്. എന്നാൽ ഈ ഒരു തിരഞ്ഞെടുപ്പിൽ ജില്ലാ സെക്രട്ടേറിയറ്റ് അല്പം കൂടെ യാഥാർത്ഥ്യ ബോധത്തോടു കൂടിയാണ് നിലപാടെടുത്തിരിക്കുന്നത്. അതായത് നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ ഒപ്പം തന്നെ പ്രചരണ രംഗത്തെ സാഹചര്യങ്ങളെല്ലാം തന്നെ വിലയിരുത്തി നേരത്തെ ബൂത്ത് കമ്മിറ്റികൾ നൽകുന്ന കണക്ക് പ്രകാരം അന്തിമമായി തന്നെ വലിയ തരത്തിലുള്ള വിജയം കാണുമെന്നുള്ള രീതിയിലാണ് CPM കണ്ടിരുന്നതെങ്കിൽ അതിൽ നിന്ന് വ്യത്യസ്തമായി യാഥാർത്ഥ്യ ബോധത്തോടു കൂടിയാണ് ചില തീരുമാനങ്ങൾ അല്ലെങ്കിൽ സെക്രട്ടേറിയറ്റ് വിലയിരുത്തലുകൾ ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ്. ഇതിൽ നാദാപുരം P വസന്തമായിരുന്നു ഇവിടെ സ്ഥാനാർത്ഥി. CPI സ്ഥാനാർത്ഥിയാണ്. KM അഭിജിത്ത് യുവ നേതാവാണ്. അതുകൊണ്ട് തന്നെ CPIയിൽ നേരത്തെ തന്നെ P വസന്തത്തെ തീരുമാനിച്ചത് മുതൽ ചെറിയ തരത്തിലുള്ള അസ്വാരസ്യങ്ങൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഈ മേഖലയിൽ തിരിച്ചടി ഉണ്ടാകുമെന്നുള്ള ഒരു വിലയിരുത്തലാണ് നാദാപുരത്ത് P വസന്തം പരാജയപ്പെട്ടേക്കും എന്നുള്ള വിലയിരുത്തലുണ്ട്. ഒപ്പം തന്നെ കോഴിക്കോട് സൗത്ത് ഇവിടെ ശക്തനായ ഒരു സ്ഥാനാർത്ഥിയാണ് ഫൈസൽ ബാബു UDFന് എത്തിയിട്ടുള്ളത്. ഒപ്പം തന്നെ T റിനീഷ് BJPയുടെ സ്ഥാനാർത്ഥിയും അത്യാവശ്യം വോട്ടുകൾ പിടിക്കുന്ന സാഹചര്യം വരുമ്പോൾ UDFന്റെ വിജയത്തിലേക്ക് ഇത് നയിക്കുമെന്നുള്ള ഒരു വിലയിരുത്തലുമുണ്ട്. കൂടാതെ കുന്നമംഗലം ഒപ്പം തന്നെ പേരാമ്പ്ര എലത്തൂർ പോലുള്ള വളരെ ഇടതുപക്ഷത്തിന് ജയിക്കാനാവുന്ന മണ്ഡലങ്ങളിൽ ശക്തമായ പോരാട്ടം നടന്നിട്ടുണ്ട് എന്നുള്ളതും വിലയിരുത്തുന്നുണ്ട്. എന്നാലും 9 സീറ്റുകൾ നേടി ഇടതുപക്ഷത്തിന് കരുത്ത് നൽകാൻ ജില്ലയ്ക്ക് കഴിയുമെന്നുള്ള വിലയിരുത്തലിലാണ് CPM ജില്ലാ സെക്രട്ടേറിയറ്റ്. ശരി, എന്തായാലും 4 സിറ്റിംഗ് മണ്ഡലങ്ങൾ നഷ്ടപ്പെടുമെന്നാണ് ഇപ്പോൾ CPM ജില്ലാ നേതൃത്വത്തിന്റെ ഒരു വിലയിരുത്തൽ. MM രാകേഷാണ് വിവരങ്ങൾ നൽകിയത്. LDFന്റെ ആദ്യഘട്ട കണക്കെടുപ്പ് പൂർത്തിയായപ്പോൾ ഇത്തവണ അതിൽ നഷ്ടമെന്നാണ് ഒരു വിവരം. കണ്ണൂരിലെ സിറ്റിംഗ് സീറ്റുകളിൽ 2 എണ്ണം നഷ്ടമായേക്കുമെന്നാണ് ഒരു വിലയിരുത്തൽ. പയ്യന്നൂരും തളിപ്പറമ്പും കല്യാശ്ശേരിയും തലശ്ശേരിയും ധർമ്മടവും കൂത്തുപറമ്പും നിലനിർത്തുമെന്ന് വിലയിരുത്തലുണ്ട്. പേരാവൂരിലും പ്രവചനാതീതമാണെന്നാണ് നിഗമനം. മണ്ഡലങ്ങളിൽ ഭൂരിപക്ഷം കുറയുമെന്ന ഒരു വിലയിരുത്തൽ കൂടി കണ്ണൂരിന്റെ CPMന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നുണ്ട്. ജോസഫ് അഗസ്റ്റിനുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ജോസഫ്, കണ്ണൂർ എന്ന് പറയുന്നത് ഇടതിന്റെ ഉറച്ച കോട്ടയാണ്. അതിൽ 2 സിറ്റിംഗ് സീറ്റുകളെങ്കിലും നഷ്ടമാകുമെന്നാണ് ഇപ്പോൾ വിലയിരുത്തുന്നത്. ഏതൊക്കെയാണ് ആ സീറ്റുകൾ? ഇടതിന്റെ ശക്തി കേന്ദ്രമായ കണ്ണൂരിൽ ഇത്തവണ അടിപതറുമെന്നൊരു വിലയിരുത്തലാണ് CPM നേതൃത്വത്തിനുള്ളത്. ആദ്യഘട്ട കണക്കെടുപ്പ് പൂർത്തിയായ ഘട്ടത്തിലാണ് ഇത്തരത്തിലൊരു നിഗമനത്തിലേക്ക് പാർട്ടി എത്തിച്ചേർന്നിരിക്കുന്നതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അഴീക്കോടും കണ്ണൂരുമാണ്. കണ്ണൂർ നിലവിൽ കോൺഗ്രസ് എസിന്റെ സ്ഥാനാർത്ഥിയായിട്ടുള്ള കടന്നപ്പള്ളി രാമചന്ദ്രനാണ് 2 ടൈമിൽ ഇത്തരത്തിൽ ഭരണം കൈയാളുന്നത്. ഇത്തവണ ഈ മണ്ഡലം ആശങ്ക കൂടിയുണ്ട്. കഴിഞ്ഞ തവണ 3000 വോട്ടുകളുടെ ഭൂരിപക്ഷം മാത്രമാണ് ഉണ്ടായിരുന്നത്. സമാന സ്ഥിതി തന്നെയാണ് ഇത്തരത്തിൽ അഴീക്കോട് മണ്ഡലത്തിലും. KV സുമേഷാണ് ഇവിടെ LDF സ്ഥാനാർത്ഥിയായിട്ടുണ്ടായിരുന്നത്. അദ്ദേഹത്തിന് ശക്തനായ എതിരാളിയായി കരീം ചേലേരി വന്നതോടുകൂടി ഈ മണ്ഡലം കൈവിടുമോ എന്നൊരു ആശങ്ക കൂടി ഇപ്പോൾ നേതൃത്വം പങ്കുവയ്ക്കുന്നുണ്ട്. നേരത്തെ പയ്യന്നൂരിലും തളിപ്പറമ്പിലും വലിയ വിമത സ്വരമുയർത്തി ഈ ഇടങ്ങളിലെല്ലാം ഭൂരിപക്ഷം ഗണ്യമായി തന്നെ കുറയുമെന്നൊരു ആശങ്ക കൂടി CPM നേതൃത്വം വിലയിരുത്തുന്നു. കഴിഞ്ഞ തവണ ഇവിടെ
30,000 40,000 വോട്ടിന്റെ ഭൂരിപക്ഷം ഉണ്ടായിരുന്നിടത്ത് അത് 20,000-ലേക്ക് താഴാനുള്ളൊരു സാധ്യതയാണ് കാണുന്നത്. ധർമ്മടത്തും തലശ്ശേരിയിലും സമാന സ്ഥിതി തന്നെ തുടരുമെന്നൊരു ആത്മവിശ്വാസം പാർട്ടി നേതൃത്വം പങ്കുവയ്ക്കുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട മത്സരം കാഴ്ചവെച്ച പേരാവൂരിൽ ഇഞ്ചോടിഞ്ച് മത്സരം, അവിടെ ഒരു പക്ഷേ കെ ശൈലജ വിജയിച്ചേക്കാമെന്നുള്ളൊരു പ്രതീക്ഷയാണ് CPM നേതൃത്വത്തിനുള്ളത്. എന്തായാലും നിലവിൽ 11 സീറ്റുകളിൽ 9 സീറ്റും LDF-നൊപ്പമാണ്. അതിൽ 2 സീറ്റുകൾ ഇരിക്കൂറും പേരാവൂരും മാത്രമാണ് UDF-നുള്ളത്. പക്ഷേ ഇത്തവണ ഈ 2 സീറ്റുകൾ നഷ്ടപ്പെട്ട് 4 സീറ്റ് ഒരുപക്ഷെ UDF-ന് ലഭിച്ചേക്കാമെന്നൊരു ആശങ്ക കൂടി CPM നേതൃത്വം പങ്കുവയ്ക്കുന്നുണ്ട്. ശരി, എന്തായാലും കണ്ണൂരും ഒപ്പം അഴീക്കോടും നഷ്ടപ്പെടുമെന്നുള്ള ഒരു ആശങ്കയാണ് ഇപ്പോൾ കണ്ണൂരിലെ CPM നേതൃത്വത്തിനുള്ളത്. ജോസഫാണ് വിവരങ്ങൾ നൽകിയത്. കോൺഗ്രസിൽ നടക്കുന്ന മുഖ്യമന്ത്രി ചർച്ചകൾക്കെതിരെ കെ മുരളീധരൻ. മുഖ്യമന്ത്രി ചർച്ച ശരിയല്ല, മുഖ്യമന്ത്രി ചർച്ചയിലേക്ക് അനാവശ്യമായി പോയി ജനങ്ങളെ കൊണ്ട് പറയിപ്പിക്കരുത്. മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കാൻ ഹൈക്കമാൻഡിന് ചില മാനദണ്ഡങ്ങളുണ്ട്, അതിനു മുൻപ് പരസ്യ പ്രസ്താവനകൾ പാടില്ല എന്നും കെ മുരളീധരൻ മുന്നറിയിപ്പ് നൽകി. കോൺഗ്രസ് അതിലേക്ക് കടന്നിട്ടില്ല, അതിനൊക്കെ ഞങ്ങൾക്ക് ചില സംവിധാനങ്ങളുണ്ട്. 4-ാം തീയതി കഴിഞ്ഞാൽ ഹൈക്കമാൻഡ് തീരുമാനമെടുക്കും. അതൊക്കെ കോൺഗ്രസ് പാർട്ടി എടുക്കേണ്ട തീരുമാനമാണ്. അതുകൊണ്ട് ഞാൻ ഏകോപക്ഷമായിട്ടുള്ള അഭിപ്രായങ്ങൾ ആരും പറയുന്നത് ശരിയല്ല എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. മാത്രമല്ല, അങ്ങനെ ചർച്ചയിലേക്ക് പോകുന്നതിന് ശരിയല്ല. ജനം എന്ത് പറയും, ഇവരെ ഞങ്ങൾ വിശ്വസിച്ച് ജയിപ്പിച്ചിട്ട് ഇതാ തുടങ്ങി എന്ന് പറയുന്ന ഒരവസ്ഥ ആരും ഉണ്ടാക്കരുത്. FCRA ഭേദഗതിക്കും BJPക്കുമെതിരെ ദീപിക ദിനപത്രത്തിന്റെ എഡിറ്റോറിയലിൽ വീണ്ടും വിമർശനം. ഭീഷണിയുടെ സ്വരത്തെ ഭയക്കുന്നതല്ല കാത്തോലിക്ക സഭയുടെ പാരമ്പര്യമെന്നാണ് എഡിറ്റോറിയലിൽ പറയുന്നത്. തീവ്രവാദത്തിനെതിരായ നീക്കങ്ങൾക്ക് നൽകുന്ന പിന്തുണ എന്ത് അക്രമത്തിനുള്ള ബ്ലാങ്ക് ചെക്കല്ല. ഭീഷണിയുമായി വരുന്ന കേരളത്തിലെ പ്രാദേശിക രാഷ്ട്രീയ കവലച്ചട്ടമ്പികളും അത് മറക്കരുതെന്നും എഡിറ്റോറിയൽ വിമർശിക്കുന്നു. ഇന്നലെ ബിഷപ്പുമാർക്കും ദീപിക ദിനപത്രത്തിനുമെതിരെ PC ജോർജ് നടത്തിയ വിമർശനങ്ങൾക്ക് പിന്നാലെയാണ് ഇന്ന് എഡിറ്റോറിയലിലെ രൂക്ഷ വിമർശനം. കാത്തോലിക്ക സഭയെ വരുതിയിൽ നിർത്താനുള്ള അമേരിക്കയുടെ നീക്കത്തിനെതിരെ വിശുദ്ധവാരത്തിൽ മാർപ്പാപ്പ ശക്തമായി പ്രതികരിച്ചതിനെ പരാമർശിച്ചുകൊണ്ടാണ് FCRA വിഷയത്തിൽ BJPക്കെതിരെ ദീപിക എഡിറ്റോറിയൽ രൂക്ഷ വിമർശനം ഉന്നയിച്ചിരിക്കുന്നത്. യുദ്ധക്കൊതിയന്മാരുടെ പ്രാർത്ഥന ദൈവം കേൾക്കില്ലെന്ന് മാത്രമല്ല, നിങ്ങളുടെ കൈകൾ രക്തം പുരണ്ടതാണെന്ന് അവൻ പറയുകയും ചെയ്യും. ഇതാണ് ഏകാധിപതികൾക്കും ജനാധിപത്യ പ്രച്ഛന്നവേഷക്കാരായ ഏകാധിപതികൾക്കുമുള്ള കത്തോലിക്ക സഭയുടെ മറുപടി. ആഗോള തീവ്രവാദത്തിനും ഏകാധിപത്യങ്ങൾക്കും എതിരായ നീക്കങ്ങളെ പിന്തുണയ്ക്കുന്നത് ഭീഷണിപ്പെടുത്താൻ ശ്രമിക്കുന്ന കേരളത്തിലെ പ്രാദേശിക രാഷ്ട്രീയ കവലച്ചട്ടമ്പികളും മറക്കരുതെന്നും എഡിറ്റോറിയൽ പറയുന്നു. 2ാം ലോക മഹായുദ്ധകാലത്തെ കമ്മ്യൂണിസ്റ്റ് ഏകാധിപത്യത്തിനെതിരെ മാർപ്പാപ്പ എടുത്ത ധീരമായ നിലപാടിനെയും എഡിറ്റോറിയൽ പരാമർശിക്കുന്നു. ഭീഷണികളുടെയും ഏകാധിപത്യങ്ങളുടെയും സ്വരങ്ങൾക്ക് കത്തോലിക്ക സഭ വഴങ്ങില്ലെന്ന നിലപാട് തന്നെയാണ് ദീപിക ചൂണ്ടിക്കാട്ടുന്നത്. അനീതിക്കെതിരെ ശബ്ദിക്കരുത് എന്നാണ് കേരളത്തിലെ രാഷ്ട്രീയ ഭിക്ഷാംദേഹികളും പറയുന്നത്. എല്ലാവർക്കും വേണ്ടിയാണെന്ന് പറഞ്ഞു പാസാക്കുന്ന നിയമങ്ങൾ ന്യൂനപക്ഷങ്ങളെ മാത്രം വേട്ടയാടിയ ഉദാഹരണങ്ങൾ നിരവധിയുണ്ട്. FCRAയെക്കുറിച്ച് മിണ്ടിപ്പോകരുതെന്ന ഭീഷണിയുമായി ഏത് രാഷ്ട്രീയ അവസരവാദി മുണ്ടുമടക്കി കുത്തി വന്നാലും നിലപാടിന് മാറ്റമില്ല. നിയമഭേദഗതികൾ പാർലമെന്റിൽ പോലും ചർച്ച ചെയ്യില്ല. ഞങ്ങളത് നടപ്പാക്കും, നിങ്ങളാരാ ചോദിക്കാൻ, ഭരണകൂടത്തിന്റെ മര്യാദയ്ക്ക് നിങ്ങളെയൊക്കെ ചുമക്കുന്നുവെന്നേയുള്ളൂ തുടങ്ങി PC ജോർജിന്റെ പല സമയങ്ങളിലെ പരാമർശങ്ങളെയും പ്രസ്താവനകളെയും എഡിറ്റോറിയലിൽ പരോക്ഷമായി വിമർശിച്ചിട്ടുണ്ട്. ഭീഷണികളിൽ നിശബ്ദരാകില്ല. കായികശേഷിയോ അംഗബലമോ അല്ല സഭയുടെ കരുത്ത്. അധികാരമുഷ്കിൽ മനുഷ്യത്വത്തിന്റെ കഴുത്തുഞ്ഞെരിക്കാൻ ശ്രമിച്ച നിരവധി പ്രേതങ്ങൾ ചരിത്രത്തിലുടനീളം ആട്ടും തുപ്പുമേറ്റ് കിടപ്പുണ്ട് എന്നും എഡിറ്റോറിയൽ ഓർമ്മിപ്പിക്കുന്നു. ദീപിക ദിനപത്രത്തിനും കാത്തോലിക്ക സഭയിലെ ബിഷപ്പുമാർക്കുമെതിരെ BJP നേതാവ് PC ജോർജ് ഇന്നലെ നടത്തിയ വിമർശനങ്ങൾക്ക് പിന്നാലെയാണ് ദീപിക മുഖപ്രസംഗത്തിലെ വിമർശനം. ഏതായാലും FCRA അടക്കം ന്യൂനപക്ഷങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങളിൽ ഭീഷണിയുടെ സ്വരങ്ങൾക്ക് വഴങ്ങില്ലെന്ന സഭയുടെ നിലപാട് തുറന്നെഴുതിയിരിക്കുകയാണ് ദീപിക മുഖപ്രസംഗത്തിൽ. അമൃത ന്യൂസ്, കോട്ടയം. ദീപിക ദിനപത്രം കോൺഗ്രസിനു വേണ്ടി വിടുപണി ചെയ്യുന്നുവെന്ന് ആവർത്തിച്ച് ഷോൺ ജോർജ്. കഴിഞ്ഞ 6 മാസമായി വീക്ഷണവും ദീപികയും ചെയ്യുന്നത് ഒരേ പണിയാണ്. ക്രിസ്ത്യാനികളുടെ മുഖപത്രം എന്ന ലേബലിൽ BJPയെ വിമർശിക്കേണ്ട എന്നാണ് ചൂണ്ടിക്കാട്ടിയത്. ദീപികയുടെ നിക്ഷേപകർ ആരൊക്കെയെന്ന് നോക്കിയാൽ വിമർശനത്തിന് പിന്നിൽ എന്തെന്ന് മനസ്സിലാകും. ബിഷപ്പുമാർ ആരും ദീപികയെ അനുകൂലിച്ച് പറഞ്ഞില്ല. ദീപികയെ നിയന്ത്രിക്കണമെന്ന് സഭാ നേതൃത്വത്തോട് ആവശ്യപ്പെട്ടു. സഭയ്ക്ക് വേണ്ടെങ്കിലും സഭയെ വേണ്ടെന്ന് വെക്കാൻ തനിക്ക് കഴിയില്ല. സഭ തന്റേത് കൂടിയാണ്. പ്രാദേശികമായി PC ജോർജിനുണ്ടായ പ്രശ്നമാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടിയതെന്നും ഷോൺ ജോർജ് പറഞ്ഞു. വീക്ഷണത്തിൽ വരുന്ന ഒരു എഡിറ്റോറിയലിന് ഞാൻ മറുപടി വേണ്ട കാര്യമില്ലാത്ത പോലെ തന്നെയാണ് കഴിഞ്ഞ 2 മാസക്കാലം 6 മാസക്കാലമായി വീക്ഷണവും ദീപികയും ചെയ്യുന്ന ജോലി ഒന്നാണ്. അപ്പോൾ അത് സ്വാഭാവികമായിട്ട് അവർ വിമർശിക്കണം, കുഴപ്പമില്ല. പക്ഷേ അതിന് ക്രിസ്ത്യാനിയുടെ കെയർ ഓഫിൽ വിമർശിക്കേണ്ട.
ഫാരിസ് അബൂബക്കറിന്റെ പത്രത്തെക്കുറിച്ച് ഒന്നും പറയാനില്ലെന്ന് PC ജോർജ്. കവലച്ചട്ടമ്പി എന്ന് ഉദ്ദേശിച്ചത് ഫാരിസ് അബൂബക്കറിന്റെ വാപ്പയായിരിക്കും. പാലായിലെ ബിഷപ്പുമാരുമായി വലിയ ആത്മബന്ധമാണ് ഉള്ളത്. 2-3 ബിഷപ്പുമാർ മാത്രമാണ് പ്രശ്നക്കാർ. പറയാനുള്ളത് ഇനിയും പറയുമെന്നും PC ജോർജ് പറഞ്ഞു. ഫാരിസ് അബൂബക്കറിന്റെ പത്രം അതിന്റെ കാര്യം എന്നോട് ചോദിക്കല്ലോ കേട്ടോ. സംശയമുണ്ടോ? അത് അങ്ങനെ 2-3 ഉള്ളതീ ഞാൻ ഇന്നലെ പറഞ്ഞ കൂട്ടു 2-3 ഉള്ളൂ. അത് അവരുടെ വാപ്പായെ പറ്റി എഴുതിയിരിക്കുന്നു. അത് പാരീസ് അബൂബക്കറാണല്ലോ. പാരീസ് അബൂബക്കറിന്റെ പത്രമല്ലേ, അവന്റെ വാപ്പായെ പറ്റി അവൻ എഴുതുന്നതാണ്. പരാജയ ഭീതിയിൽ വിറളി പൂണ്ടാണ് PC ജോർജും ഷോൺ ജോർജും സഭാ നേതൃത്വത്തെ അധിക്ഷേപിക്കുന്നതെന്ന് ഹൈബി ഈഡൻ MP. അച്ഛനും മകനും ചേർന്ന് ഒരു വിഭാഗത്തെ ആക്രമിക്കുന്നുവെന്നും കേരളത്തിലെ പൊതുസമൂഹം ഇത് അനുവദിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു. 2.25% വരുന്ന ക്രൈസ്തവർ ഇന്ത്യയിൽ ജീവിക്കുന്നത് BJPയുടെ കരുണയിലാണെന്നും പറഞ്ഞാൽ ആ വാദം കയ്യിലിരിക്കട്ടെയെന്നും ഹൈബി വ്യക്തമാക്കി. BJP എന്ന് പറയുന്നത്, കേരളത്തിൽ അവരുടെ അജണ്ട എന്ന് പറയുന്നത് മുസ്ലിങ്ങളെയും ക്രൈസ്തവരെയും തമ്മിൽ തല്ലിപ്പിക്കുക എന്നുള്ളതാണ്. അവര് ഒരു നിയമം കൊണ്ടുവന്നിട്ട് ഇവരെ വരുതിക്ക് വരുത്തി FCRA കിട്ടുന്ന മുഴുവൻ ആൾക്കാരെ ഡൽഹിയിൽ അമിത്ഷായുടെ ഓഫീസിൽ വിളിച്ചു വരുത്തി അവരെ ഭീഷണിപ്പെടുത്തിയിട്ട് ഞങ്ങളുടെ കരുണയിലാണ് ഇത് തരുന്നത്. ഇത്രയും നാള് കോൺഗ്രസും UPM ഭരിച്ചപ്പോൾ ഇങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ. ഇറ്റ് വാസ് ദെയർ കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ്. ഇറ്റ് ഈസ് ദെയർ കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ്. സഭാവിശ്വാസം നേർവഴിയിൽ ഉപയോഗിക്കാനുള്ള അവകാശം സഭാ അധ്യക്ഷന്മാർക്കുണ്ടെന്ന് രമേശ് ചെന്നിത്തല. അഭിപ്രായ പ്രകടനം നടത്തുന്നവരെ ഭീഷണിപ്പെടുത്തുന്ന BJPയുടെ തന്ത്രം കേരളത്തിൽ വില പോകില്ലെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. ഇത് കേരളത്തിലെ ജനങ്ങൾ അംഗീകരിച്ചു കൊടുക്കുന്ന ഒന്നല്ല. കേരളത്തിലെ മതേതര വിശ്വാസികൾ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഇത്തരം ഭീഷണികളെ ചെറുക്കും എന്ന കാര്യത്തിൽ സംശയം വേണ്ട. കാഞ്ഞിരപ്പള്ളി രൂപതയും പാലാ രൂപതയും ഒന്നും ആകാശത്തുനിന്ന് പൊട്ടി വീണതല്ല. അവർക്കൊക്കെ അവരുടെ അഭിപ്രായങ്ങൾ പറയാനും അവരുടെ വിശ്വാസികളെ നേർവഴിക്ക് നയിക്കാനും ഉള്ള ഉത്തരവാദിത്വമുള്ളവർ തന്നെയാണ്. അത് BJP ഭീഷണി കൊണ്ട് അവരെ വരുതിക്ക് നിർത്തിക്കളയാമെന്നുള്ള തെറ്റിദ്ധാരണ വേണ്ട. ഉയർന്ന പോളിംഗ് ശതമാനം UDFന് ഏറെ പ്രതീക്ഷ നൽകുന്നുവെന്ന് K മുരളീധരൻ. വട്ടിയൂർക്കാവിൽ 5000-നും 10,000-നും ഇടയിൽ ഭൂരിപക്ഷത്തിൽ UDF വിജയിക്കും. LDFും UDFും തമ്മിലായിരുന്നു മത്സരം. അവസാന ലാപ്പിൽ BJP ഏറെ പിറകോട്ടു പോയെന്നും K മുരളീധരൻ പറഞ്ഞു. 5000-നും 10,000-നും മധ്യ വോട്ടിന് UDF ഉറപ്പായി വട്ടിയൂർക്കാവിൽ വിജയിക്കും. തെരഞ്ഞെടുപ്പിൻ്റെ അവസാന ലാപ്പ് വന്നപ്പോൾ UDF LDF മത്സരമായിട്ട് മാറിയിട്ടുണ്ട്. അതിൽ UDF നല്ല ഭൂരിപക്ഷത്തോടെ വിജയിക്കും. കൊടപ്പനക്കുന്ന് ഗവൺമെൻറ് UP സ്കൂളിൽ നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് അവിടെ കറണ്ട് പോയി. 15 മിനിറ്റോളം വോട്ടെടുപ്പ് ഏതാണ്ട് തടസ്സപ്പെട്ടു. ചിലർ മൊബൈൽ ഉപയോഗിക്കാൻ പാടില്ല എന്നാണ് നിയമമെങ്കിലും പ്രായം ചെയ്യുന്നവർക്ക് അവരോടൊപ്പം വന്നവർ മൊബൈൽ ലൈറ്റ് അടിച്ചു കൊടുക്കേണ്ടി വന്നു. KPCC അധ്യക്ഷൻ സണ്ണി ജോസഫിനെതിരെ കണ്ണൂർ DCC മുൻ ജനറൽ സെക്രട്ടറി തോമസ് വർഗീസ്. അധികാരത്തിന്റെ ബലത്തിൽ അനധികൃത നിയമനങ്ങൾ നടത്തുന്നു, ക്രിസ്ത്യാനികൾ BJPയിലേക്ക് പോകുന്നു എന്ന പ്രചരണം നടത്തിയാണ് KPCC പ്രസിഡന്റ് പദവിയിലെത്തിയത്. K സുധാകരനെതിരെ കത്ത് നൽകിയത് സണ്ണി ജോസഫ് തന്നെയെന്നും അദ്ദേഹം ആരോപിച്ചു. ഇഷ്ടക്കാർക്ക് മാത്രമാണ് സീറ്റ് നൽകുന്നത്. ഇവിടെ ജയിച്ചു വന്നു കഴിഞ്ഞപ്പോൾ അവിടെ ജയിച്ചു വന്ന പഞ്ചായത്തുകളിൽ പ്രസിഡന്റുമാരെയും വൈസ് പ്രസിഡന്റുമാരെയും സ്റ്റാൻഡിംഗ് കമ്മിറ്റിയും തീരുമാനിച്ചത് ഇദ്ദേഹത്തിന്റെ തന്നിഷ്ടപ്രകാരവും ഇദ്ദേഹത്തിന്റെ താല്പര്യമുള്ള ആളുകളെയും മാത്രമാണ്. ഇദ്ദേഹം KPC പ്രസിഡന്റ് ആയത് കേരളത്തിലെ ക്രിസ്ത്യാനികൾ BJPയിലേക്ക് പോകുന്നു എന്നുള്ള ഒരു വലിയ പ്രചരണം ഉണ്ടാക്കി. അതുകൊണ്ട് റോമൻ കത്തോലിക്കനായ ഒരാൾ KPC പ്രസിഡന്റ് ആകണമെന്നും എന്ന് പറഞ്ഞ് കേരളത്തിലെ കത്തോലിക്ക ബിഷപ്പുമാരെ ഉൾപ്പെടെ കണ്ടിട്ടാണ് ഇദ്ദേഹം KPC പ്രസിഡന്റ് ആയതെന്ന് പറഞ്ഞു കേൾക്കുന്നു. അതിന് ചില ബിഷപ്പുമാർ കത്ത് കൊടുത്തതായിട്ടൊക്കെ മാധ്യമങ്ങളിൽ നിന്നും മറ്റു വാർത്തകളിൽ നിന്നെല്ലാം അറിയുന്നു. കോഴിക്കോട് സർക്കാർ ജീവനക്കാരുടെ തപാൽ വോട്ടിന്റെ കാര്യത്തിൽ അവ്യക്തതയുണ്ടെന്ന് പരാതി. 19,000 പോസ്റ്റൽ വോട്ടുള്ള ജില്ലയിൽ 18,368 പേർ മാത്രമാണ് വോട്ട് ചെയ്തതെന്നും സ്ലിപ്പ് നൽകിയവർക്ക് പോലും വോട്ട് ചെയ്യാനായില്ലെന്നും UDF നേതാവ് MA റസാഖ് ആരോപിച്ചു. കുന്നമംഗലം നിയോജകമണ്ഡലത്തിലെ പല വോട്ടർമാരെയും കണ്ടപ്പോൾ പോസ്റ്റൽ വോട്ട് ചെയ്യാൻ സാധിക്കാതെ പോയ ഒട്ടനവധി ആളുകൾ കാണുകയില്ല. കോഴിക്കോട് ജില്ലാ കളക്ടറേറ്റിൽ ബന്ധപ്പെട്ടപ്പോൾ വ്യക്തമായൊരു കണക്ക് നിയോജകമണ്ഡലം തിരിച്ചൊന്നും കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞ് ഒരു അവ്യക്തത ഇതുമായി ബന്ധപ്പെട്ടുണ്ട് എന്നതുകൊണ്ടാണ് മീഡിയയിലൂടെ ഇക്കാര്യം ഞാൻ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നത്.
പശ്ചിമേഷ്യൻ സംഘർഷത്തിന് അയവ് വരുമോ എന്ന ആകാംക്ഷയിലാണ് ലോകം. ഇറാനും അമേരിക്കയും തമ്മിലുള്ള സമാധാന ചർച്ചകൾക്കായി പാകിസ്ഥാനിലെ ഇസ്ലാമാബാദ് ഒരുങ്ങിക്കഴിഞ്ഞു. ചർച്ചകൾക്കായി ഇരു രാജ്യങ്ങളുടെയും പ്രതിനിധികൾ ഇസ്ലാമാബാദിലെത്തി. പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബഖർ ഖാലിബാഫാണ് ഇറാൻ പ്രതിനിധി സംഘത്തെ നയിക്കുന്നത്. US സംഘത്തെ നയിക്കുന്നത് വൈസ് പ്രസിഡന്റ് JD വാൻസ് ആണ്. മിനാബിന്റെ മാലാഖമാർ എന്ന പേരിൽ മിനാബിൽ കൊല്ലപ്പെട്ട കുഞ്ഞുങ്ങളെ ഓർമ്മിപ്പിക്കുന്ന ചിത്രങ്ങളും ബാഗുകളും ഇറാൻ സ്പീക്കർ സഞ്ചരിച്ച പ്രത്യേക വിമാനത്തിൽ ഒരുക്കിയിരുന്നു. ബഹിരാകാശ ചരിത്രത്തിൽ പുതിയ അധ്യായം കുറിച്ച് ആർട്ടിമിസ് 2 ദൗത്യസംഘം തിരിച്ചെത്തി. പുലർച്ചെ 5:37 പസഫിക് സമുദ്രത്തിൽ യാത്രികരെയും വഹിച്ചുകൊണ്ടുള്ള ഓറിയോൺ ഇന്റഗ്രിറ്റി പേടകം സ്പ്ലാഷ് ഡൗൺ ചെയ്തത്. Splashdown confirmed at 7:07 p.m. Central Time, 5:07 p.m. Pacific Time. From the pages of Jules Verne to a modern-day mission to the moon, a new chapter of the exploration of our celestial neighbor is complete. ആരും കാണാത്ത പല കൗതുക കാഴ്ചകളും കണ്ടും അത് പകർത്തിയുമാണ് നാൽവർ സംഘം തിരിച്ചെത്തിയത്. ഭൂമിയിൽ നിന്ന് ഏറ്റവും കൂടുതൽ ദൂരത്തേക്ക് സഞ്ചരിച്ച മനുഷ്യർ എന്ന നേട്ടം കൂടി തങ്ങളുടെ പേരിലാക്കിയാണ് കമാൻഡർ റീഡ് വൈസ്മാൻ, വിക്ടർ ഗ്ലോവർ, ക്രിസ്റ്റീന കോക്ക്, ജെറമി ഹാൻസൺ എന്നിവർ തിരിച്ചുവന്നത്. പുലർച്ചെ 5:03 തന്നെ സർവീസ് മൊഡ്യൂളിൽ നിന്ന് ഓറിയോൺ പേടകം വേർപെട്ടു. നാസയുടെ കണക്കുകൂട്ടലുകൾ പ്രകാരം കൃത്യം 5:37 തന്നെ ഓറിയോൺ ഇന്റഗ്രിറ്റി പേടകം പസഫിക് സമുദ്രം തൊട്ടു. ഉടൻ തന്നെ US നാവികസേനയും നാസയുടെ റെസ്ക്യൂ ടീമുകളും അവരെ പുറത്തെത്തിക്കാനുള്ള നടപടിക്രമങ്ങൾ തുടങ്ങി. നാവികസേനയുടെ ഡൈവർമാരുടെ സംഘവും പേടകത്തിനുള്ളിലെ യാത്രികരും തമ്മിലുള്ള ആശയവിനിമയത്തിൽ ആദ്യം തകരാർ സംഭവിച്ചെങ്കിലും മിനിറ്റുകൾക്കകം തന്നെ അത് പരിഹരിച്ചു. ഇൻഫ്ലേറ്റബിൾ റാഫ്റ്റ് ഡിപ്ലോയ് ചെയ്യുന്നതിലും ആദ്യം ചില പ്രശ്നങ്ങൾ നേരിട്ടു. ഈ ഇൻഫ്ലേറ്റബിൾ റാഫ്റ്റ് വഴിയാണ് യാത്രികരെ പുറത്തെത്തിച്ചത്. പേടകത്തിനുള്ളിലേക്ക് മെഡിക്കൽ ഓഫീസർമാർ പ്രവേശിച്ച് യാത്രികരുടെ ആരോഗ്യസ്ഥിതി വിലയിരുത്തിയ ശേഷമാണ് ഓരോരുത്തരെയായി പുറത്തെത്തിച്ചത്. പേടകം വടം വെച്ച് വലിച്ചുകെട്ടി കപ്പലിലേക്ക് കൊണ്ടുപോവുകയല്ല, മറിച്ച് ഓരോരുത്തരെയും ഹെലികോപ്റ്റർ വഴി USS ജോൺ P. മർത്ത കപ്പലിലേക്ക് എത്തിക്കുകയായിരുന്നു. അവിടെയും വിശദമായ വൈദ്യപരിശോധനയ്ക്ക് സംഘം വിധേയരായി. അതിവേഗം അതിസാഹസികമായാണ് ഈ സംഘം തിരിച്ചുവന്നത്. ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് മണിക്കൂറിൽ ഏകദേശം 40,000 കിലോമീറ്റർ വേഗതയിലാണ് ഓറിയോൺ ഇന്റഗ്രിറ്റി പേടകം പ്രവേശിച്ചത്. ഈ സമയത്ത് പേടകത്തിന് ചുറ്റും 2800 ഡിഗ്രി സെൽഷ്യസ് വരെ ചൂട് അനുഭവപ്പെട്ടു. ഘർഷണം കുറയ്ക്കാനും വേഗത നിയന്ത്രിക്കാനുമായി പാരച്യൂട്ടുകൾ വിടർന്നതോടെ പേടകം പതുക്കെ പസഫിക് സമുദ്രത്തിന്റെ ഉപരിതലത്തിൽ തൊടുകയായിരുന്നു. ദൗത്യത്തിലെ ഏറെ നിർണായകമായ ഘട്ടമായിരുന്നു ഇത്. ഓറിയോൺ പേടകത്തിന്റെ കാര്യക്ഷമത കൂടി വിലയിരുത്തുക എന്നതുകൂടി ദൗത്യത്തിന്റെ ഭാഗമായിരുന്നു. ആദ്യമായി US നാവികസേന ബഹിരാകാശ ദൗത്യത്തിൽ പങ്കാളികളായി എന്ന പ്രത്യേകത കൂടി ഈ ദൗത്യത്തിനുണ്ടായിരുന്നു. ചൈനയേക്കാൾ മുൻപ് ചന്ദ്രോപരിതലത്തിലേക്ക് മനുഷ്യരെ എത്തിക്കുക എന്ന അമേരിക്കയുടെ ലക്ഷ്യം കൂടി ഇതിന് പിന്നിലുണ്ട്. അടുത്ത വർഷം ചന്ദ്രനിൽ മനുഷ്യനെ ഇറക്കാനുള്ള ആർട്ടിമിസ് 3 ദൗത്യത്തിന്റെ വിജയത്തിലേക്കുള്ള വലിയൊരു ചുവടുവെപ്പ് കൂടിയാണ് ആർട്ടിമിസ് 2വിന്റെ വിജയം. ന്യൂസ് ഡെസ്ക് അമൃത TV. ഇനി സ്പോർട്സ് വാർത്തകൾ നോക്കാം. IPLൽ ഇന്ന് ആവേശകരമായ 2 മത്സരങ്ങളാണുള്ളത്. ആദ്യ മത്സരത്തിൽ ഉച്ചകഴിഞ്ഞ് 3:30 പഞ്ചാബ് കിങ്സ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ നേരിടും. തുടർന്ന് രാത്രി 7:30 ചെന്നൈയിലെ ചെപ്പോക്ക് സ്റ്റേഡിയത്തിൽ നടക്കുന്ന രണ്ടാമത്തെ മത്സരത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സ് ഡൽഹി ക്യാപിറ്റൽസും തമ്മിൽ ഏറ്റുമുട്ടും. ഇതോടെ ഉച്ചവാർത്ത പൂർണ്ണമാവുകയാണ്. കൂടുതൽ വാർത്തകൾക്കായി അമൃത ന്യൂസ് യൂട്യൂബ് ചാനൽ കാണുക.